ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഐ ഗോട്ട് എ ചീറ്റ് സ്കിൽ ഇൻ അനദർ വേൾഡ് എന്ന ജാപ്പനീസ് അനിമി സീരീസിന്റെ എപ്പിസോഡ് 6 ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഹൈപ്പും ലൈക്കും ചെയ്ത് നമ്മുടെ വീഡിയോസിനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് ഈ അനിമിയിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഐ ഗോട്ട് എ ചീറ്റ് സ്കിൽ ഇൻ അനദർ വേൾഡ് സീസൺ 1 എപ്പിസോഡ് 6. ഹീറോ ആ പുസ്തകത്തിൽ സേജിനെ കുറിച്ചുള്ള ചില വിവരങ്ങൾ കണ്ടിട്ട് അത് വായിച്ചു നോക്കുന്നുണ്ടാവും. ഞാൻ ഈ ലോകത്ത് ജീവിച്ചോണ്ടിരുന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ കഴിയാത്തതായിട്ട് യാതൊന്നും ഉണ്ടായിരുന്നില്ല. മാജിക്, മാർഷൽ ആർട്സ് തുടങ്ങിയ എല്ലാ സ്കിൽസും എനിക്ക് മാസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ജീവനോടിരിക്കുന്ന സമയത്ത് ദൈവിക ലോകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞു. എന്നാൽ അവരോടൊപ്പം ചേരാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അതിന് സമ്മതിച്ചില്ല. ഈ പുസ്തകം ലഭിക്കുന്ന വ്യക്തി അവർ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ പവർഫുൾ ആയിരിക്കും. ഒരു ദിവസം നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യർ എന്നെ ഭയപ്പെട്ടതുപോലെ നിങ്ങളെയും ഭയപ്പെടാൻ തുടങ്ങും. അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് എഴുതിയിരിക്കുന്ന കണ്ടിട്ട് ഹീറോ ആണെങ്കിൽ മറ്റുള്ളവരെന്നെ ഭയപ്പെടാതിരിക്കാൻ ഞാൻ എന്താ ചെയ്യുക എന്ന് സ്വയം ചോദിക്കുന്ന സമയത്ത് അവന് സേജിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവും. അതിനാകെ ഒരു വഴിയുള്ളൂ. നിന്നെ വിശ്വസിക്കുന്ന ആളുകൾ നിന്റെ കൂടെ ഉണ്ടായിരിക്കണം. അത് പാരൻസോ ഫ്രണ്ട്സോ ലവ്വറോ ആരുമാവട്ടെ. നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷം അവർ നിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നീ അവരെയും വിശ്വസിക്കണം എന്ന് പറയുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ എനിക്ക് ഇതുവരെ ഒരു ഫ്രണ്ട് പോലും ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് ഫ്രണ്ട്സിനൊക്കെ കിട്ടിത്തുടങ്ങിയത്. അതുകൊണ്ട് ഇത് എത്രത്തോളം ഫലപ്രദമാവുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ആ പുസ്തകം തുടർന്ന് വായിക്കുന്ന സമയത്ത് അതിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് പറ എന്ന് എഴുതിയിരിക്കുന്ന കണ്ടിട്ട് മാജിക്കിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആ പുസ്തകം മുഴുവൻ മാജിക്കിനാൽ നിറയുന്നുണ്ടാവും. സേജ് ഹീറോന്റെ അടുത്ത് നീ അനദർ വേൾഡിലുള്ള ഒരാളല്ലാത്തതുകൊണ്ട് തന്നെ നിനക്ക് മാജിക്കൽ പാത്ത് വേവ്സ് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് നിനക്ക് മാജിക്കും യൂസ് ചെയ്യാൻ കഴിയില്ല. അനദർ വേൾഡിലെ ആളുകൾക്ക് അവരുടെ ഹാർട്ടിൽ മാജിക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. നിനക്ക് ആ എബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ പാത്ത് വേവ്സ് നിനക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാം എന്ന് പറഞ്ഞ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഹീറോ തെറിച്ചു പോയി വീഴുന്നുണ്ടാവും. നൈറ്റും അവൻ എന്താ സംഭവിച്ചതെന്നറിയാൻ വേണ്ടി അടുത്തേക്ക് പോകുമ്പോൾ ഹീറോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് ആ സേജ് അവസാനമായി നീ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് പറയുമ്പോൾ ഹീറോയും താങ്ക്സ് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി ആ പുസ്തകത്തിലുള്ള പോലെ മാജിക് സെൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവന് മാജിക്കൽ എനർജി മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ല് അൺലോക്ക് ആവുന്നുണ്ടാവും. നൈറ്റിന്റെ അടുത്ത് നീ മാജിക്കൽ പാത്ത് വേവ്സ് അൺലോക്ക് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അവനും അതെ എന്ന് പറയുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് മാജിക്കൽ എനർജി മുഴുവൻ കയ്യിലേക്ക് ഗ്യാദർ ചെയ്യുക എന്നതാണ്. എന്നിട്ട് നമ്മൾ ഏത് മാജിക്കാണോ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ഇമാജിൻ ചെയ്ത ശേഷം ആ മാജിക്കിന് ഒരു പേരും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ആവശ്യമുള്ള സമയത്ത് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞ് നൈറ്റുമായി ഗാർഡനിലോട്ട് പോയി വാട്ടർ ബോൾ എന്ന് പറഞ്ഞൊരു മാജിക്ക് ഇമാജിൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് രണ്ടുപേർക്കും അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഹീറോയും ഹാപ്പി ആയിട്ട് ആ മാജിക്കിന്റെ പവർ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് അവിടെയുള്ള മരങ്ങളൊക്കെ തകർന്ന് തരിപ്പണാവുന്നുണ്ടാവും. പിന്നീട് കാണിക്കുന്നത് ഒരു പാലസ് ആയിരിക്കും. അവിടുത്തെ രാജാവ് സോൾജറിന്റെ അടുത്ത് നീ ലെക്സിയനെ രക്ഷിച്ച ആ പയ്യനെ മീറ്റ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ സോൾജറും അതെ, ഞങ്ങൾ ഡാർക്കസ്റ്റ് റീജിയനിൽ വെച്ച് ആ പയ്യനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവന്റെ പേരും അപ്പിയറൻസും ഒക്കെ കണ്ടിട്ട് എനിക്ക് മറ്റേതോ രാജ്യത്ത് നിന്ന് വന്ന ഒരാളായിട്ടാണ് തോന്നിയത്. പിന്നെ ലെക്സിയനെ നിങ്ങൾ അഡ്വൈസ് ചെയ്താൽ വളരെ നന്നായിരിക്കും. അവള് ആ പയ്യനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ രാജാവും ടെൻഷനായിട്ട് ആ വൃത്തികെട്ടവൻ എൻ്റെ മകളെ വശീകരിക്കാൻ മാത്രം വളർന്നോ എന്ന് പറഞ്ഞ് അവിടെയുള്ള സാധനങ്ങളൊക്കെ നശിപ്പിക്കുന്നുണ്ടാവും. റിയൽ വേൾഡിൽ ടീച്ചർ അറ്റൻഡൻസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോയും പ്രസന്റ് പറഞ്ഞിട്ട് ഞാൻ മാജിക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ടീച്ചർ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നെക്സ്റ്റ് വീക്ക് നമുക്കൊരു ക്യാമ്പ് ഉണ്ട്,
എല്ലാവരും റെഡിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ സ്റ്റുഡൻസും അതെ എന്ന് പറയുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ ക്യാമ്പോ എന്ന് ആശ്ചര്യപ്പെടുമ്പോൾ ക്യോട്ടോ അവൻ്റെ അടുത്ത് നമുക്ക് പരിസ്ഥിതിയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനുള്ള 2 ദിവസത്തെ നൈറ്റ് ക്യാമ്പ് ഉണ്ട് എന്ന് പറയുന്നുണ്ടാവും. ടീച്ചർ ആ ക്യാമ്പിന്റെ ഭാഗമായിട്ട് സ്റ്റുഡൻസിനെ ഒരു ഗ്രൂപ്പിൽ 4 മെമ്പേഴ്സ് ഉള്ള രീതിക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ കൈഡി ഹീറോന്റെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ നിന്റെ ടീമിലാണ് എന്ന് പറയുന്ന സമയത്ത് അക്കീരയും ഞാനും നിന്റെ ടീമിലാണ് എന്ന് പറയുമ്പോൾ ഹീറോ ഫോർമലായിട്ട് നിങ്ങൾ എൻ്റെ ടീമിലായതിൽ വളരെ സന്തോഷം എന്ന് പറയുന്നുണ്ടാവും. അത് കേട്ടിട്ട് ആ പയ്യനാണെങ്കിൽ നീ എന്നെ അക്കീര എന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ നിനക്ക് യങ് നോബിൾ എന്നും വിളിക്കാം എന്ന് പറയുമ്പോൾ ഒരു പെണ്ണങ്ങോട്ട് വന്നിട്ട് ഇവനൊരു കോമഡി പീസാണ് എന്ന് പറഞ്ഞ് ഊക്കുന്നുണ്ടാവും. എന്നിട്ട് ഹീറോന്റെ അടുത്ത് എൻ്റെ പേര് റിൻ, ഞാനും നിന്റെ ടീമിലാണ്, നിന്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഹീറോയും തിരിച്ച് എനിക്കും അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നുണ്ടാവും. കൈഡി ആണെങ്കിൽ നമ്മളെ ടീം ഇത്രയും എനർജറ്റിക് ആയതുകൊണ്ട് തന്നെ ഞാൻ ക്യാമ്പിനെ കുറിച്ച് ആലോചിച്ച് വളരെ എക്സൈറ്റഡ് ആണ് എന്ന് പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ എനിക്ക് ക്യാമ്പിന് വേണ്ടി യൂസ് ചെയ്യാൻ ഒരു ബാഗ് പോലും ഇല്ല, ആകെ ഉള്ളത് മുത്തശ്ശൻ്റെ ഒരു ഷൂട്ട് കേസാണ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോവാം എന്ന് പറയുന്നുണ്ടാവും. അങ്ങനെ ഹീറോനെ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി സഹായിക്കാൻ കയോരിയും അങ്ങോട്ട് വരുമ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ഇത്രയും ക്ലോസ് ആയിരുന്നോ, അവള് ചെയർമാൻ്റെ മകളല്ലേ എന്ന് പറയുമ്പോൾ കയോരി ആണെങ്കിൽ എൻ്റെ ഫാദർ ഓസി അക്കാഡമിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് പേഴ്സൺ ആയിരിക്കും, പക്ഷേ നിങ്ങൾ എന്നെ ഒരു നോർമൽ സ്റ്റുഡൻ്റ് ആയിട്ട് കണ്ടാൽ മതി എന്ന് പറയുന്ന സമയത്ത് ആ സ്റ്റുഡൻസും സമ്മതിക്കുന്നുണ്ടാവും. ഹീറോ അക്കീര വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഷിങ്കോ ആണെങ്കിൽ അവൻ ഇന്ന് കുറച്ച് ബിസിയാണ് എന്ന് പറയുന്നുണ്ടാവും. അങ്ങനെ അവർ ഷോപ്പിങ്ങിന് വേണ്ടി മാളിലേക്ക് പോകുന്ന സമയത്ത് കയോരി അധികം പ്രൈസ് ഇല്ലാത്തൊരു ബാഗ് ഹീറോക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഹീറോയും അത് ഇട്ട് നോക്കുന്ന സമയത്ത് റിന്ന അവൻ്റെ അടുത്ത് ഇത് നിനക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത പോലെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഹീറോയും കയോരിൻ്റെ അടുത്ത് താങ്ക്സ് പറയുന്നുണ്ടാവും. റിയോ ആണെങ്കിൽ ഷോപ്പിംഗ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കുറച്ചേരം എൻജോയ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഗെയിംസ് മാത്രമുള്ള ഒരു ഫ്ലോറിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഷിങ്കോ അവൻ്റെ ഫേവററ്റ് ഗെയിം കണ്ടിട്ട് എനിക്കിത് വേണം എന്ന് പറയുമ്പോൾ ഹീറോയും അവൻ്റെ വീക്ക്നെസ് സ്കിൽ യൂസ് ചെയ്ത് അത് എടുത്തു കൊടുക്കുന്നുണ്ടാവും. അത് കാണുന്ന സമയത്ത് കൈഡിയും എനിക്കൊരു ബൊമ്മ വേണം എന്ന് പറയുമ്പോൾ ഹീറോ അവക്കും അത് എടുത്തു കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ അവിടെയുള്ള ഓരോരുത്തരും ചോദിക്കുന്ന സമയത്ത് റിയോക്ക് ഗെയിമും റിന്നിന് പെൻസിൽ കേസും നമ്മുടെ കയോരിക്ക് ഒരു ബാഡ്ജും ഹീറോ എടുത്തു കൊടുക്കുന്നുണ്ടാവും. അത് കാരണം അവരും ഹാപ്പി ആവുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ ഞാൻ ചെയ്ത ഒരു ചെറിയ കാര്യം കൊണ്ട് ആളുകൾ ഇത്രയും ഹാപ്പി ആവുമെന്ന് കരുതിയിരുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെ ഗേൾസിന് കുറച്ച് പർച്ചേസ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് അവർ 13th ഫ്ലോറിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ പയ്യന്മാർ കോഫി ഷോപ്പിലോട്ട് പോകുന്നുണ്ടാവും. ഹീറോ ഒരു കോഫി കുടിക്കുന്ന സമയത്ത് അത് വളരെ കയ്പായതുകൊണ്ട് തന്നെ ഷിങ്കോ ഓർഡർ ചെയ്ത പോലെ ഒരു സോഡ കുടിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ റിയോ ആണെങ്കിൽ മുതിർന്ന പുരുഷന്മാരൊക്കെ കാപ്പിയാണ് കുടിക്കുക എന്ന് പറഞ്ഞത് ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് കയ്പ് കാരണം അവന് കുടിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഹീറോയും അത് കണ്ട് ചിരിക്കുന്ന സമയത്ത് നീ വളരെ ഹാപ്പി ആണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും അതെ, ഫ്രണ്ട്സിന്റെ കൂടെ ഇതേപോലെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഞാൻ വളരെ എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഷിങ്കോയും അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും ഇങ്ങോട്ട് വരാം എന്ന് പറയുന്ന സമയത്ത് ഒരു എമർജൻസി അലാറം അടിക്കുന്നുണ്ടാവും. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് 10th ഫ്ലോറിൽ തീ പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് എല്ലാവരും ഇവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞൊരു അനൗൺസ്മെന്റ് കേൾക്കുന്ന സമയത്ത് നമ്മുടെ പയ്യന്മാരും ഗേൾസിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷനായിട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റീനെ കണ്ടിട്ട് നിങ്ങൾ 3 ഗേൾസ് താഴത്തേക്ക് പോകുന്നത് കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാളാണെങ്കിൽ അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ സ്റ്റുഡൻസ് ആദ്യം പുറത്തേക്ക് പോ എന്ന് പറയുന്ന സമയത്ത്
കൈഡി റിയോനെ വിളിച്ചിട്ട് ഞങ്ങൾ ഇപ്പോഴും ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് പറയുമ്പോൾ ഹീറോയും സെക്യൂരിറ്റി പറയുന്നത് കേൾക്കാതെ അവരെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നുണ്ടാവും. അങ്ങനെ അവൻ അവിടെ എത്തുന്ന സമയത്ത് ചുറ്റും തീ പിടിച്ചിരിക്കുന്ന കണ്ടിട്ട് വാട്ടർ മാജിക് യൂസ് ചെയ്ത് അവന്റെ ബോഡി ഫുള്ള് കവർ ചെയ്ത ശേഷം ആ ഗേൾസിനെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് നമ്മുടെ കയോരിയാണെങ്കിൽ അവൻ വീണ്ടും നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വന്നു എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഹീറോ അവരെ കണ്ടെത്തിയ ശേഷം ആ ഫ്ലോറിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് സ്കാൻ ചെയ്ത് നോക്കുന്ന സമയത്ത് അവന് മറ്റുള്ളവരൊക്കെ അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്തു എന്ന് മനസ്സിലാവുന്നുണ്ടാവും. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോകണം. എൻ്റെ മാജിക് എത്ര നേരം നിലനിൽക്കുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവര് 3 പേരെ എടുത്ത് എസ്കേപ്പ് ആവാൻ വേണ്ടി നിൽക്കുന്നുണ്ടാവും. ഇവിടെ പുറത്താണെങ്കിൽ റിയോ ഒരു ഓഫീസറിന്റെ അടുത്ത് ഞങ്ങളെ ഫ്രണ്ട്സ് ഇപ്പോഴും അവിടെ കുടുങ്ങി കിടക്കുകയാണ് എന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് തീ അണയ്ക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടാവും. ഹീറോ ചുറ്റും നോക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തും തീ പിടിച്ചത് കണ്ടിട്ട് എങ്ങോട്ടാ പോവണ്ടേ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ആ സമയത്ത് മുകളിലുള്ള ഫ്ലോർ അവരെ മേത്തേക്ക് വീഴാൻ നിൽക്കുമ്പോ ഹീറോയും മാറുന്ന സമയത്ത് കയോരിന്റെ ബാഡ്ജ് നഷ്ടപ്പെടുന്നുണ്ടാവും. അത് കണ്ടിട്ട് ഹീറോയും ടെൻഷനായിട്ട് അവന്റെ ഫുൾ പവർ യൂസ് ചെയ്ത് അവൻ നിൽക്കുന്ന ഫ്ലോറ് തന്നെ തകർത്ത് അവരെ താഴേക്ക് എത്തിക്കുന്നുണ്ടാവും. അങ്ങനെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവരെ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഹീറോ റിയോന്റെയും ഷിങ്കോന്റെയും അടുത്ത് ഞാൻ നിങ്ങളെ വറീഡാക്കിയതിൽ ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ടാവും. ചെയർമാൻ ഹീറോന്റെ അടുത്ത് കയോരിനെ രക്ഷിച്ചതിന് താങ്ക്സ് പറയുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ ഞാൻ ഇവരെ രക്ഷിച്ചത് മാജിക് യൂസ് ചെയ്താണെന്ന് ഒരിക്കലും പറയാൻ പറ്റൂല എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെ ഹീറോ വീട്ടിലേക്ക് വരുന്ന സമയത്ത് കയോരിനെയും ചെയർമാനെയും കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു നല്ല ഫാമിലി ഇങ്ങനെ ആയിരിക്കുമല്ലേ, എന്നാ എനിക്ക് മാത്രം ആരുമില്ല എന്ന് പറഞ്ഞ് വാതിൽ തുറക്കുന്ന സമയത്ത് നൈറ്റ് ഹീറോനെ കണ്ടിട്ട് ചാടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ടാവും. അത് കാരണം ഹീറോയും ഹാപ്പി ആയിട്ട് ഇന്നത്തെ ഡിന്നർ നമുക്ക് സൂപ്പർ ആക്കാം എന്ന് പറയുന്നുണ്ടാവും. പിന്നീട് അനദർ വേൾഡ് കാണിക്കുന്ന സമയത്ത് അവിടെ ഒരു പെണ്ണൊരു മുയലിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ മുയലാണെങ്കിൽ ഈ ടെക്നിക്സ് ഒക്കെ ഡിവൈൻ ആർച്ചറിൻ്റെതാണ്. പക്ഷെ അതെങ്ങനെ ഇവക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നേ എന്ന് ചിന്തിച്ചിട്ട് നീ എന്തിനാ എന്നെ അറ്റാക്ക് ചെയ്യുന്നേ എന്ന് ചോദിക്കുമ്പോ ആ പെണ്ണാണെങ്കിൽ ഞാൻ ഈ ലോകം നശിപ്പിക്കാൻ വേണ്ടി നിന്നെ ഇൻവൈറ്റ് ചെയ്യാൻ വന്നതാ എന്ന് പറയുമ്പോ ആ മുയലും ആ ഇൻവിറ്റേഷൻ റിജക്റ്റ് ചെയ്യുന്നുണ്ടാവും. അത് കാരണം ആ പെണ്ണും ഞാൻ വീണ്ടും വരും എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്ന സമയത്ത് ആ മുയലാണെങ്കിൽ എന്ത് വില കൊടുത്തും ലോകം നശിപ്പിക്കുന്നതിൽ നിന്ന് ആ പെണ്ണിനെ തടഞ്ഞേ പറ്റൂ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അതോടെ ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ എക്സ്പ്ലനേഷനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് അറിയിക്കുക. എന്നാൽ അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെ ബൈ ഗൈസ്.